വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയും നോക്കിയാൽ കാണാം ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ മുകളിലോട്ട് തന്നു. ഇന്ന് അതിന്റെ തുടർച്ചയെന്നോണം ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ശ്രമമാണ്. അപ്പോൾ അതെവിടേക്ക് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്ന ഓൾ ടൈം ഹൈനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സപ്പോർട്ട് ഏരിയ ഇവിടെ മാർക്കറ്റ് നിൽക്കുന്നതിന്റെ തൊട്ട് താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അവിടെ വന്ന് എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് കാലത്ത് 7:30 7:30 US പ്രസിഡന്റ് ട്രംപിന്റെ സ്പീച്ച് ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്കിപ്പോൾ കൃത്യമായി ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിന് നോക്കിയ ശേഷം മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു പ്രീവിയസ് ഫിഗറോ ഫോർകാസ്റ്റോ അതുപോലെ ആക്ച്വൽ ഫിഗറോ ഒന്നും തരില്ല. എക്കണോമിക്കലി അല്ലെങ്കിൽ ജോഗ്രഫിക്കലി എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ന്യൂസ് വന്നതിന് ശേഷം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ന്യൂസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് 1 അവറിന്റെ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അതിന് മുന്നേ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. നോക്കിയാൽ കാണാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും അവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് റീടെസ്റ്റ് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോയി. വീണ്ടും അവിടേക്ക് ഒരു റീടെസ്റ്റ് വന്നു. വീണ്ടും മുകളിലോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്ന് വീണ്ടും അവിടേക്ക് കയറുന്ന സമയത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് 2 തവണ റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയനെ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. നോക്കിയാൽ കാണാം. ഇതിനെ നോക്കിയാൽ കാണാം. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുണ്ട്. ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്തൊക്കെ ഉണ്ട്, വേറെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മതി. ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. വന്നാൽ ഇതൊരു നല്ലൊരു ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എൻട്രി സാധ്യതകളൊന്നും നമുക്ക് പരിശോധിക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു എൻട്രി ഇപ്പോൾ കറന്റ്ലി ഒരു എൻട്രി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി ഈ ഒരു ലൈനിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട്. ആ ഒരു എൻട്രി സാധ്യത എന്ന് വെച്ചാൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു എൻട്രി തന്നെയാണ്. ഇവിടെ നല്ലൊരു എൻട്രി ഉണ്ട്. അത് ഏറെക്കുറെ 960 വരെയൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതിന് മുകളിലും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ ഈ ഒരു എൻട്രി നല്ലൊരു എൻട്രി ആണ്. 2960 വരെ വരാനുള്ള ഒരു എൻട്രി സാധ്യത ഉള്ള ഒരു ബൈ എൻട്രി ആണ്. ഇത് 2-3 വിധത്തിൽ സംഭവിക്കും. ആദ്യത്തെ എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ടെസ്റ്റിന് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എന്തായിരിക്കും ഒരു ബൈ എൻട്രി എടുക്കാം. അതുപോലെ തന്നെ മുകളിലോട്ട് പോയിട്ട് ഇവിടെ നിന്നിട്ട് ബ്രേക്ക് ചെയ്യും. അതായത് അതിന്റെ മുകളിൽ കയറിയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ ലൈനിലോ ഓൾ ടൈം ഹൈന്റെ ലൈനിലോ അതിന്റെ തൊട്ട് താഴെ റെസിസ്റ്റൻസിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോഴും നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വീണ്ടും വരാം. അതായത് ഈ ഒരു ഏരിയ ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ. അവിടേക്ക് എവിടേക്ക് വന്നാലും നമുക്ക് ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി, അതായത് ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഒന്ന് റീടെസ്റ്റിന് ഈ ലൈനിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോഴും നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി കിട്ടാം. അപ്പോൾ 3 ബൈ എൻട്രി പറഞ്ഞിട്ടുണ്ട്. 3 ബൈ എൻട്രി എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ്, എക്സാക്ട് പോയിന്റ് അല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ അത്ര ഒരു വലിയ സാധ്യത അല്ല, എന്നാലും നമ്മളത് പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. അതായത് ഈ ഒരു ലോയിനെ ഇപ്പൊ സപ്പോർട്ട് എടുത്ത ലോയിനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട്
ഇവിടം വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതത്ര സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ചും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മൂവ്മെന്റ് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയില്ല. അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ നല്ലൊരു ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്ത് വന്നാൽ ഇവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അടുത്തൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗോൾഡിൽ ഇന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ഏരിയ പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയയിലേക്ക് വരുന്ന റീടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബൈ എൻട്രി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബൈ എൻട്രി നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ വലിയൊരു ടാർഗറ്റിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. 2960 വരെയൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെൽ എൻട്രി പറഞ്ഞിട്ടുണ്ട്. സെൽ എൻട്രി ഉറപ്പില്ലാത്ത സെൽ എൻട്രിയാണ്. എന്നിരുന്നാലും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആ പറഞ്ഞ ഏരിയയുടെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി താഴെ ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട എൻട്രികൾ. മാർക്കറ്റ് അവിടേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് എടുക്കാൻ നോക്കുക. എടുക്കുന്ന ആളുകൾ എസ്പെഷ്യലി സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെക്കണം. കാരണം ഇത്തിരി വലിയ ഏരിയ ആണ് ആദ്യം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായി വെച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അതും ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.